ഹലോ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കാണുമല്ലേ? പി എസ് സിക്ക് എവിടെ പഠിക്കണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ലാത്ത ഒരുപാട് പേര്. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ്സോ ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ ജോയിൻ ചെയ്യാം. അതിനൊക്കെ ഒരുപാട് പൈസയാവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു റാങ്ക് ഫയൽ മേടിച്ചാൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സിലബസിലും എന്തൊക്കെ പഠിക്കണം എന്ന് വളരെ കറക്റ്റായിട്ട് ഇതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് വായിച്ച് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം, വീഡിയോ കണ്ട് പഠിക്കേണ്ടവർക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാം. അതല്ല ഇനി ഡയറക്റ്റായിട്ടൊരു ക്ലാസ്സിൽ പോയി പഠിക്കണമെങ്കിൽ അവർക്ക് ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഓൾറെഡി എല്ലാം വെച്ച് നോക്കുമ്പോൾ റേറ്റ് കൂടുതലാണ് ഓൺലൈൻ ക്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ. മാത്രമല്ല നമുക്ക് ഡെയിലി അവിടെ പോകണം, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, അതിനുള്ള ട്രാവൽ എക്സ്പെൻസ്, ചിലപ്പോൾ ഫുഡ് കൊണ്ടുവന്നില്ലെങ്കിൽ ഫുഡ്, ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്ന നമുക്ക് നന്നായി പഠിക്കാൻ പറ്റുമെങ്കിൽ പോലും ഇതിന് എക്സ്ട്രാ കുറച്ച് ഓൺലൈനിനെക്കാളും കുറച്ചുകൂടി ചിലവൊക്കെ വരും. പിന്നെ പുസ്തകം വായിച്ച് പഠിക്കേണ്ടവർക്ക് എപ്പോഴും ലൈബ്രറിയിലൊക്കെ പോയി വായിച്ച് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് സിലബസ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് 3-4 വോളിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ലക്ഷ്യയുടെ ഒരു ഡിഗ്രി ലെവലിൻ്റെ ഒരു റാങ്ക് ഫയലാണ്. ഇതിന് ഏകദേശം 2000 രൂപയോളം വില വരും. അപ്പോൾ ഇപ്പോൾ കോച്ചിങ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഡിഗ്രി ലെവൽ ഓൺലൈനൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3000-4000 രൂപ അല്ലെങ്കിൽ അത്രയൊക്കെ ആവും. പിന്നെ ഒരു ഓഫ്ലൈൻ കോച്ചിങ് ഒക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പം ഒരു 10,000-13,000 രൂപയൊക്കെ ആവും. ഒരു PSC കോച്ചിങ്ങിനൊക്കെ ഇപ്പം ഒരു 6 മാസം 7 മാസത്തെ കോച്ചിങ്ങിന് ബേസായിട്ട് ഇപ്പോൾ അത്രയും രൂപയാണ് ഓഫ്ലൈനൊക്കെ. ഓൺലൈനാണെങ്കിൽ ഒരു 3000 രൂപ 4000 രൂപ റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ പുസ്തകം മേടിക്കുകയാണെങ്കിൽ 2000 രൂപ. എന്ത് ചെയ്താലും നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിച്ചാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്താൻ പറ്റുള്ളൂ. പിന്നെ PYQs കുറച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ കൊണ്ടേ നമുക്ക് ഈ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ഈ രീതിയിലും കൂടെ ഒന്ന് നോക്കുക. ലേറ്റസ്റ്റ് എഡിഷൻ എപ്പോഴും മേടിക്കാൻ നോക്കുക, അതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ സിലബസൊക്കെ ഇപ്പോൾ മാറുന്നതനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ കറണ്ട് അഫെയർസ്, ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഒരു 2 വർഷത്തേന്, അതായത് നമ്മളിപ്പോൾ എന്നാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് അതിന് 2 വർഷം മുമ്പത്തെ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 1 മാസം മുമ്പത്തെ വരെയുള്ള കറണ്ട് അഫെയർസും നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ മെയിനായിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ് PSCക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു ബേസ് അതിന് പഠിച്ചു വെക്കണം. പിന്നെ മറ്റേത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഉള്ളൂ, അറിയാവുന്നതൊക്കെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. മാത്സും ഇംഗ്ലീഷും മലയാളം എപ്പോഴും പക്കയായിട്ട് പോവുക. അപ്പോൾ ഓക്കെ, ശരി, എന്നാൽ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ.